ഇപ്പോൾ CPM-ന്റെ MLA-മാരെ പുകഴ്ത്തുന്നത് കോൺഗ്രസ്സുകാരാണ്. ഇതെന്ത് വിരോധാഭാസമെന്ന് ചോദിക്കാം. അല്ല, നല്ലത് വല്ലതും ചെയ്താൽ അത് നല്ലതായിട്ട് തന്നെ അംഗീകരിക്കണ്ടേ? ഇപ്പൊ കോൺഗ്രസ്സുകാർക്ക് കിട്ടിയിരിക്കുന്ന ഒരു തിരിച്ചറിവ് അതാണ്. നല്ലതിനെ നല്ലതായിട്ട് തന്നെ കാണണം. അങ്ങനെ തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥ രാഷ്ട്രീയക്കാരനാകുന്നത് എന്നിപ്പോൾ ചില കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് പാലോട് രവി പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇക്കണക്കിന് പോയാൽ കോൺഗ്രസ് ഒരു എടുക്കാച്ചരക്കായി മാറും എന്നാണ് പറഞ്ഞത്. BJP കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ്സുകാർ പലരും BJP-യിലേക്ക് പോകും. എന്ത് ചെയ്തു പാലോട് രവിക്കെതിരെ? എന്തെങ്കിലും ചെറുവിരൽ പോലും അനക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ പാലോട് രവി പറഞ്ഞ കാര്യം അക്ഷരം പ്രതി ശരിയാണ് എന്ന് പാർട്ടി പോലും സമ്മതിച്ചിരിക്കുകയാണ്. ഇത് കോൺഗ്രസിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഇപ്പോഴിതാ കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം MLA PTA റഹീമിനെയാണ് ഒരു മണ്ഡലം പ്രസിഡന്റ് CK ജലീൽ, ചാത്തമംഗലത്തെ മണ്ഡലം പ്രസിഡന്റാണ് കോൺഗ്രസിൻ്റെ CK ജലീൽ, ഇപ്പോൾ PTA റഹീമിനെ പുകഴ്ത്തിയിരിക്കുകയാണ്. ഈ PTA റഹീം 2011 മുതൽ കുന്നമംഗലം MLA ആണ്. കുന്നമംഗലം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം, ഒളവണ്ണ, ചാത്തമംഗലം, മാവൂർ, പെരുവയൽ, പെരുമണ്ണ എന്നീ പഞ്ചായത്തുകൾ ചേർന്നതാണ് കുന്നമംഗലം മണ്ഡലം. ഈ PTA റഹീമിനെ പറ്റി ജലീലിൻ്റെ അഭിപ്രായം, ഇടത് സ്വതന്ത്ര MLA ആണ്. 2011 മുതൽ, അതായത് 2011 മുതൽ 2011, 2016, 2021 3 തവണയായിട്ട് 4ാം തവണ ഇദ്ദേഹം തന്നെ ജയിച്ചു വരണം. കൊടുവള്ളിയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹമെങ്കിലും ഇവിടെ തന്നെ തുടർന്നാലും മതി. പിണറായി വിജയൻ അധികാരത്തിൽ വരിക, അതായത് LDF സർക്കാർ അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ PTA റഹീം 4ാം തവണ ഇവിടെ നിന്ന് ജയിച്ച് എന്ന് മന്ത്രിയാകണമെന്ന് വരെയാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആശംസിച്ചിരിക്കുന്നത്. അതെന്തായാലും നല്ല ആശംസ തന്നെയാണ്. അപ്പോൾ എന്താണ് PTA റഹീമിന്റെ പ്രത്യേകത എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹം പറയുന്നുണ്ട്, മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഏത് പാതിരാത്രിയിൽ ഫോൺ വിളിച്ചാൽ പോലും അതെടുക്കും. ഇത് നമ്മുടെ മുകേഷിനിട്ടൊരു കൊട്ടാണല്ലോ. കൊല്ലത്താണെങ്കിൽ മുകേഷ് എന്ന് പറയുന്ന ഒരു MLA ഉണ്ട്. MLA-ക്കാൾ ഉപരി അദ്ദേഹം ചലച്ചിത്ര പുങ്കവൻ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഫോൺ വിളിച്ചാൽ ചില സമയങ്ങളിലൊക്കെ എടുക്കും. വിളിക്കുന്നവരുടെ കാര്യം തീർന്നു. അവരെ ഫോണിൽ കൂടെ മോശമായ പദപ്രയോഗം നടത്തുക, ഇതൊക്കെയാണ് മുകേഷ് MLA-യുടെ പരിപാടി. മണ്ഡലത്തിലോട്ട് കാണാനുമില്ല. നോക്കണേ, കൊല്ലത്ത് CPM-ന്റെ അടിത്തറ തകർന്നത് അല്ലെങ്കിൽ തകർത്തത് ഈ മുകേഷ് MLA കാരണമാണ്. 2016 മുകേഷിനെ അവിടെ എഴുന്നള്ളിച്ചത് പാർട്ടി. PK ഗുരുദാസനെ മാറ്റി നിർത്തി. PK ഗുരുദാസനൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെ നിൽക്കുന്ന പാർട്ടിയുടെ? ഇത്രയധികം ആദർശനിഷ്ഠയോടും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടും കൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അനധികൃതമായ സ്വത്ത് സമ്പാദനവും നടത്തിയിട്ടില്ല. ജീവിക്കാൻ വേണ്ടി മാത്രമേ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളൂ. അല്ലാതെ ഇന്നത്തെ CPM നേതാക്കന്മാരെ പോലെ അറുമാദിച്ച് കഴിയുകയല്ല ചെയ്യുന്നത്. അങ്ങനെയുള്ള PK ഗുരുദാസനെ മാറ്റിയിട്ടാണ് 2016 പിന്നീട് 2021 കൊണ്ടുവന്ന് നിർത്തിയത്. അതും പോരാഞ്ഞിട്ട് 2024 NK പ്രേമേന്ദ്രനെതിരെയും മത്സരിപ്പിച്ചു. തീർന്നില്ലേ? പാർട്ടിയുടെ വേര് തന്നെ ഇളക്കിക്കളഞ്ഞു മുകേഷ് MLA-യിലൂടെ. അപ്പോൾ ഈ PTA അതേ അങ്ങനെയുള്ള കേരളത്തിനകത്താണ് വേറൊരു ഇടത് സ്വതന്ത്ര MLA ആയിട്ടുള്ള PTA റഹീമിനെ ഒരു കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് വാഴ്ത്തുന്നത്. എപ്പോൾ വിളിച്ചാലും അദ്ദേഹം ഫോൺ എടുക്കും, മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിക്കും. ഇതൊക്കെ
CPM-ലെ ചിലരെ പറ്റി നമുക്ക് അങ്ങനെയൊക്കെ പറയാനുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട മണ്ഡലം IB സതീഷ് MLA. IB സതീഷ് വളരെ ജനകീയനാണ്. മണ്ഡലത്തിലെ ഈ ജല പദ്ധതി കൊണ്ടുവന്ന മറ്റൊരു മണ്ഡലങ്ങളിൽ 139 മണ്ഡലങ്ങളും കണ്ടുപിടിക്കേണ്ട കാര്യം. അങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നത് IB സതീഷാണ്. IB സതീഷിന് വിളിപ്പുറത്തുണ്ടെന്നാണ് കാട്ടാക്കട നിവാസികൾ പറയുന്നത്. അതുകൊണ്ടാണ് തൊട്ടു പിന്നാലെ നിൽക്കുന്ന BJP-ക്ക് അവിടെ IB സതീഷിനോട് പിടിച്ചു കയറാൻ അല്പം പ്രയാസമാണ്. BJP തിരുവനന്തപുരം ജില്ലയിൽ അല്പം പ്രതീക്ഷ വയ്ക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് കാട്ടാക്കട. പക്ഷെ IB സതീഷാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ LDF-ന്റെ അല്പം പ്രയാസപ്പെടും. 2016-ലും 2021-ലും IB സതീഷാണ്. ഇനി മൂന്നാമതൊരവസരം IB സതീഷിനുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടില്ല. പക്ഷേ കൃഷ്ണദാസ് ആയിരിക്കും BJP-യുടെ സ്ഥാനാർത്ഥി. പക്ഷെ അവിടെ അതിശക്തമായിട്ടുള്ള ഒരു മത്സരവുമായിരിക്കും നടക്കാൻ പോവുക. അപ്പൊ എന്തായാലും ഇങ്ങനെ ചില MLA-മാരുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന കാര്യമാണ്. അത് കോൺഗ്രസ്സിലായാലും ഉണ്ട്. മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുക, ജനങ്ങളുമായിട്ട് കൂടുതൽ സംവദിക്കുക. അതുകൊണ്ടൊക്കെയാണ് പ്രതിഭാകരി MLA പറഞ്ഞില്ലേ, കായംകുളത്തെ MLA, ഈ സിനിമാക്കാരൊന്നും രാഷ്ട്രീയത്തിനകത്ത് വന്നിട്ട് ഒരു കാര്യവുമില്ല. സിനിമാക്കാർക്ക് ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയത്തില്ല. സിനിമാക്കാരെന്ന് പറയുന്നത് ഈ താരരാജാക്കന്മാരായിട്ട് കഴിയുകയാണ്, ദന്തഗോപുരത്തിൽ കഴിയുന്നവരാണ്. അവർക്ക് ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയുന്നില്ല. അപ്പൊ അത് പ്രതിഭാകരി പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്. CPM-കാർ തന്നെയാണ് സിനിമാക്കാരെ കൂടുതൽ എഴുന്നള്ളിച്ചിട്ടുള്ളത്. ഇപ്പൊ മുകേഷിനെ നിർത്തി, അതുപോലെ തന്നെ ഇന്നസെന്റിനെ ഒരു പ്രാവശ്യം നിർത്തി വിജയിപ്പിച്ച് രണ്ടാമത്തെ പ്രാവശ്യം ജനം ഓടിക്കുകയും ചെയ്തു. പിന്നീട് എഴുത്തുകാരെയൊക്കെ നിർത്തിയിട്ടുണ്ട്. കടമ്മനിട്ട രാമകൃഷ്ണൻ നിർത്തി വിജയിച്ചു ആറന്മുളയിൽ നിന്ന്. രണ്ടാമത്തെ തവണ MB രാഘവനോട് പരാജയപ്പെട്ടു. സാനു മാസ്റ്ററെ എറണാകുളത്ത് നിർത്തി വിജയിപ്പിച്ചു. സാനു മാസ്റ്റർ ഒരു തവണ കൊണ്ട് തന്നെ പാഠം പഠിച്ച് പിന്നീട് ഇനി മത്സരരംഗത്തേക്ക് ഇല്ല എന്ന് പറയുകയുണ്ടായി. പണ്ട് കോൺഗ്രസ്സുകാർ സുകുമാര അഴീക്കോടിൻ്റെ പിന്നാലെ നടക്കുമായിരുന്നു. മാഷിന് ഇഷ്ടമുള്ള മണ്ഡലത്തിൽ മത്സരിക്കാം എന്ന് പറഞ്ഞു. മാഷിന് എല്ലാ സ്വാതന്ത്ര്യവും ഞങ്ങൾ തരുന്നു എന്ന് പറഞ്ഞു. അഴീക്കോട് മാഷല്ല, അഴീക്കോട് മാഷ് പറഞ്ഞു, ഈ നിങ്ങൾ തരുന്ന സ്വാതന്ത്ര്യത്തിന് അപ്പുറമുള്ള സ്വാതന്ത്ര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അങ്ങോട്ട് തിരിച്ചു പറയുകയും ചെയ്തപ്പോൾ കോൺഗ്രസ്സുകാർ തിരിച്ചു പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പിന്നെ കോൺഗ്രസിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ വേളയിൽ നിന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് കോൺഗ്രസ് ഒക്കെ എന്നേ മരിച്ചുപോയി എന്ന് അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ മരിച്ചുപോയ ഒരു പ്രസ്ഥാനം തന്നെയാണ് കോൺഗ്രസ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാകുന്നു. കാരണം ഒരു മണ്ഡലം പ്രസിഡന്റ് ഇപ്പൊ അദ്ദേഹം, എനിക്ക് തോന്നുന്നു ഈ മണ്ഡലം പ്രസിഡന്റ് CK ജലീൽ, അദ്ദേഹം ഈ വെറും ഒരു രാഷ്ട്രീയ കണ്ണിലൂടെ അല്ല കാര്യങ്ങൾ കാണുന്നത്. അദ്ദേഹം ഒരു വികസന രാഷ്ട്രീയമാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ളത്. അതിലൂടെ അദ്ദേഹം വിലയിരുത്തിയതാണ് ഈ ജലീൽ, CK ജലീൽ. ചെറുപ്പക്കാരനാണ്, അത്തരത്തിലുള്ള ഒരു വിഷനാണുള്ളത്. അപ്പോൾ PTA റഹീം എന്ന് പറയുന്ന PTA റഹീമാണത്, ആവർത്തിച്ച് പറയുകയാണ്, AA റഹീം അല്ല കേട്ടോ. PTA റഹീം എന്ന് പറയുന്ന MLA അപ്പോൾ മൂന്നാം തവണയും നാലാം തവണയും അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൻ്റെ ഒരു മന്ത്രിയാകണം എന്ന് അദ്ദേഹം പ്രത്യേകവും ആശംസിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.